ഹലോ എവരിവൺ. കഴിഞ്ഞ വർഷം നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പരീക്ഷയിലെ സ്പെഷ്യൽ ടോപ്പിക് വിഭാഗത്തിൽ നിന്നും ചോദിച്ച 20 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത്, കേരളത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ഒരു വൃക്ഷം. ആൻസർ രക്തചന്ദനമാണ്. രക്തചന്ദനം കേരളത്തിൽ അങ്ങനെ സാധാരണയായി കാണപ്പെടുന്നില്ല. അടുത്തത്, വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൗരൻ്റെ അടിസ്ഥാന കടമയാണെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ഭരണഘടനയിലെ ആർട്ടിക്കിൾ 51A(G) സബ് കാറ്റഗറി ജിയിലാണ് കടമയാണ് എന്ന് വ്യക്തമായും പറയുന്നത്. വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം കടമയാണെന്ന് പറയുന്നത്. അടുത്തത്, അധിനിവേശ സസ്യം അല്ലെങ്കിൽ ജന്തു വിഭാഗത്തിൽ പെടാത്തത് ഏത്? ഇതിൽ ആൻസർ കാട്ടുപന്നി. ഇത് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കിട്ടും. ആൻസർ കാട്ടുപന്നിയാണ് അധിനിവേശ സസ്യം അല്ലെങ്കിൽ ജന്തു വിഭാഗത്തിൽ പെടാത്തത്. അടുത്തത്, അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 29-നാണ്. ജൂലൈ 29. പാലങ്ങൾ, റെയിൽവേ സ്ലീപ്പറുകൾ മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് വൃക്ഷത്തിൻ്റെ തടിയാണ്? പാലങ്ങളും റെയിൽവേ സ്ലീപ്പറുകളും. ആൻസർ ഓപ്ഷൻ ഡി കമ്പകമാണ്. ഓപ്ഷൻ ഡി കമ്പകം. അടുത്തത്, പശ്ചിമഘട്ടം ഒരു ഡാഷ് ആണ്. യുനെസ്കോ ബയോസ്ഫിയർ റിസർവ്, യുനെസ്കോ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ, നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഇതിനകത്ത് ആൻസർ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ ആണ്. യുനെസ്കോ അംഗീകരിച്ചത് 2012-ലാണ് പശ്ചിമഘട്ടത്തെ അംഗീകരിച്ചത്. അടുത്തത്, വംശനാശം സംഭവിച്ചതായി ഒരു നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിൽക്കാലത്ത് കേരളത്തിലെ വനമേഖലകളിൽ കണ്ടെത്തിയ ഒരു പക്ഷി. അതാണ് മക്കാച്ചിക്കാടയെ പിന്നീട് അത് കണ്ടെത്തി. അടുത്തത്, സൈറ്റസ് അപ്പൻഡിസ് 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ ഡാഷ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ അനുവാദമുണ്ട്. വെബ്സൈറ്റിൻ്റെ പേരാണ് പാരിഷ് എന്ന വെബ്സൈറ്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അടുത്തത്, ചമ്പൽ മലയണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം. അത് ചിന്നാറാണ്. ചമ്പൽ ചിന്നാർ. അടുത്തത്, പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനം വകുപ്പിൻ്റെ മൊബൈൽ ആപ്പ്. സംരക്ഷണാർത്ഥമുള്ള കേരള വനം വകുപ്പിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സർപ്പയാണ് ആൻസർ. അടുത്തത്, ദേശീയോദ്യാനമല്ലാത്ത സംരക്ഷിത പ്രദേശം. അത് ശെന്തുരണിയാണ്. ആൻസർ ശെന്തുരണിയാണ് ദേശീയോദ്യാനം അല്ലാത്തത്. IUCN റെഡ് ലിസ്റ്റിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത്. അത് ആൻസർ നോട്ട് ത്രെട്ടൻഡ്. ഇതാണ് അതിൻ്റെ ആൻസർ. IUCN. NTCA എന്നാൽ എന്ത്? നാഷണൽ ടൈഗർ കൺസർവേറ്റീവ് അതോറിറ്റി, അതായത് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, വന്യജീവി സംരക്ഷണ നിയമം 1972-ൽ വേട്ടയാടുക നിർവചിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2 അണ്ടർ സെക്ഷൻ 16. രണ്ടാം സെക്ഷനിൽ 16-ാമത്തെ സബ് സെക്ഷൻ. നോട്ടിഫൈഡ് സാങ്ച്വറി അല്ലാത്തത് ഏതാണ്? കുമരകമാണ് നോട്ടിഫൈഡ് സാങ്ച്വറി അല്ലാത്തത്. അടുത്തത്, റിസർവ് വനത്തിൻ്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 1961 സെക്ഷൻ ഡാഷ് പ്രകാരമാണ്. റിസർവ് വനത്തിൻ്റെ അന്തിമ വിജ്ഞാപനം അതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സെക്ഷൻ 19 ആണ്. സെക്ഷൻ 19. അടുത്തത്, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടതാണ്. വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000-ലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റമാകുന്നത്? വകുപ്പ് 66D ആണ്. 66D.